അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിവിടെ ഈത്തപ്പഴം പൊളിച്ച് വെച്ചിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞിട്ട്. പിന്നെ നമ്മളുടെ പഴുത്ത ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, ഉണക്കമുന്തിരി, നല്ലെണ്ണ, കടുക്, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, പിന്നെ അച്ചാർ പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ കടുക് ഏകദേശമൊക്കെ പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഉണക്കമുന്തിരി. നവാസേ, അവിടെ ഖത്തറിൽ കിട്ടും നല്ല ഈത്തപ്പഴം, ഉണ്ടാക്കി നോക്ക്. ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടിച്ചിട്ട് കുഴപ്പമൊന്നും കിട്ടാം. അപ്പോൾ സാധനം ഒന്നുകൂടെ ഉഷാറാവും. നന്നായി വഴറ്റുക. അപ്പോൾ ഇത് വല്ലാതെ മൂത്ത് വരുമൊന്നും വേണ്ട. നമുക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. അച്ചാർ പൊടി കഴിഞ്ഞാൽ ഉള്ളത് മതി. ബാക്കി നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വഴറ്റുക. തീ കൂടരുത് കേട്ടോ, തീ കുറച്ച് വെക്കണേ. ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി മിക്സ് ആക്കുക. അതിലേക്ക് നമ്മൾ എന്താണ് ചെയ്യുക, ഈത്തപ്പഴം ഇത് നന്നായിട്ടൊന്നുകൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിൽ കിടന്നിട്ട് ഒരു കയ്യിൽ ചെമ്പൊന്ന് പിടിക്കണം. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കണ്ട. അല്ലെങ്കിൽ ചെമ്പ് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായാണ്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കയ്യിൽ പോലത്തെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്താൽ വേഗം ഉടഞ്ഞ് കിട്ടും. പിന്നെ നല്ല ചൂടും ഉണ്ടല്ലോ, ചൂടായാലും ഈത്തപ്പഴം വേഗം അലിയും. പിന്നെ നമ്മൾ കുരുവും കളഞ്ഞതല്ലേ. ഇതിലേക്ക് നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴേ ഇതിൽ കുറച്ച് ഇതുണ്ടാവുള്ളൂ, നീരുണ്ടാവുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല സീസണാണ് ഈത്തപ്പഴത്തിൻ്റെ. ഓക്കെ, അടിപൊളിയാണ്.